നമസ്കാരം. ഞാൻ രാജേഷ് ആർ നായർ, ശ്രീ ശങ്കരധർമ്മ പരിപാലന യോഗം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ലോക പ്രശസ്തമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന ഒരു സ്ഥാനം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എന്താണ് പുഷ്പാഞ്ജലി സ്വാമിയാർ? തൃശൂർ കേന്ദ്രമായി ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യർ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നടുവിൽ മഠത്തിൽ നിന്നും, അതുപോലെ പഴയ തിരുവിതാംകൂറിൽ കന്യാകുമാരി ജില്ലയിൽ മുഞ്ചിറ, കളിക്കവള പ്രദേശത്തിൻ്റെ അടുത്താണ് മുഞ്ചിറ എന്ന സ്ഥലം. മുഞ്ചിറ പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ശ്രീ ശങ്കര മഠത്തിൽ നിന്നും പുഷ്പാഞ്ജലി, അവിടെ നിന്നും നിയോഗിക്കപ്പെടുന്ന സ്വാമിയാർ, പുഷ്പാഞ്ജലി സ്വാമിയാർ 6 മാസവും, അങ്ങനെ ഈ 2 മഠത്തിൽ നിന്നും സ്വാമിയാർമാർ 6 മാസം വീതം ശ്രീ പത്മനാഭസ്വാമിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നു രാവിലെ. അതിനുശേഷമാണ് രാജാവും, അതിനുശേഷമാണ് ഭക്തർക്ക്, അതായത് പ്രജകൾക്കൊക്കെ അദ്ദേഹത്തിനെ, ശ്രീ പത്മനാഭസ്വാമിയെ ദർശിക്കുന്നതിന് അനുമതിയുള്ളത്. ചുമ്മാതല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വാമിയാർ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ദക്ഷിണ എന്ന പേരിൽ മാസം ശമ്പളം നൽകുന്നുണ്ട്. കൂടാതെ അരി, എണ്ണ, മറ്റു പല സൗകര്യങ്ങളൊക്കെ ക്ഷേത്രം നൽകി വരുന്നു. ഇതുപോലെ പഴയ തിരുവിതാംകൂറിൻ്റെ തന്നെ ഭാഗമായ തിരുവട്ടാർ ആദികാശവ ക്ഷേത്രം, അവിടെയും നടുവിൽ മഠത്തിൽ നിന്നും മുഞ്ചിറ മഠത്തിൽ നിന്നും സ്വാമിയാർ മുൻകാലത്ത് പുഷ്പാഞ്ജലി നടത്തി വന്നിരുന്നു. എന്നാൽ കുറേ കാലമായി അവിടെ പുഷ്പാഞ്ജലിക്ക് 2 സ്വാമിയാർമാരും പോകാതെയായി. കാരണം അവിടെ നിന്നും ദക്ഷിണയോ ശമ്പളമോ ഒന്നും കിട്ടാനില്ല. അവിടെ ദേവസ്വം ബോർഡിൻ്റെ, അവിടുത്തെ ദേവസ്വം വകുപ്പിൻ്റെ കീഴിലാണ് ക്ഷേത്രം. ആ ക്ഷേത്രം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതിനേക്കാൾ ഉപരി പുഷ്പാഞ്ജലി സ്വാമിക്കൊന്നും ഇത്രയും കാശ് കൊടുക്കാനുള്ള സാഹചര്യമൊന്നും അവിടുത്തെ വകുപ്പിനില്ല. അതുകൊണ്ട് തന്നെ അവർ പോകാറില്ല. അവിടുത്തെ ഭക്ത കൂട്ടായ്മയുടെ ഒരു നേതാവും അടുത്ത കാലത്തായി തമിഴ്നാട് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി പ്രകാരം പുഷ്പാഞ്ജലിയും മറ്റും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, പരാതിയിൽ പറയുന്നുണ്ട്. അത് അവിടെ നടത്തണം എന്നുള്ളതായിരുന്നു. ഈ 2 മഠത്തിലെയും സ്വാമിയാർമാരോ മാനേജർമാരോ അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുകയോ കോടതിയിൽ എന്തെങ്കിലും പേപ്പറുകൾ കൊടുത്തതായിട്ടോ അറിവില്ല. അവഗണിക്കുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സ്വാമികൾക്ക് തിരുവിതാംകൂറിൽ മേലധ്യക്ഷന്റെ പദവിയായിരുന്നു. ഹിന്ദുമത മേലധ്യക്ഷന്റെ പദവി പുഷ്പാഞ്ജലി സ്വാമിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ രാജാവിനേക്കാൾ മേളിലുള്ള, അല്ലെങ്കിൽ രാജാവിനേക്കാൾ ഉയർന്ന തലത്തിൽ ആദരിക്കപ്പെടുന്ന സ്ഥാനമുള്ള ആളായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ. നന്ദി, നമസ്തേ.